ഇപ്പോൾ ഹൈടെക് മാനുഫാക്ചറിംഗ് ഫ്രെയിംവർക്കിന്റെ ലോഞ്ചിംഗ് മന്ത്രി പി രാജീവ് സംസാരിക്കുന്നു. തത്സമയം പ്രൊഡക്റ്റുകളുടെ ഡിസൈൻ കേരളത്തിൽ തന്നെ അതിന്റെ സംവിധാനം നൽകാൻ കഴിയും. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയും. പിന്നെ അതിന്റെ ഡിജിറ്റൽ മാർക്കറ്റ് സംവിധാനങ്ങൾ, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ, അതെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രെങ്ത് കേരളത്തിനുണ്ട്. നേരത്തെ നിങ്ങളോടൊക്കെ പങ്കുവച്ച പോലെ തന്നെ ഇപ്പൊ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ വന്ന മാറ്റം മാത്രം നോക്കിയിട്ടാണ് അവരുടെ റിപ്പോർട്ടിൽ ഈ 2025 ഓഗസ്റ്റ് വരെ 40,000 പ്രൊഫഷണലുകളാണ് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നവർ കേരളത്തിലെ കമ്പനികളിലേക്ക് മാറിയിട്ടുള്ളത്, മലയാളികളായ ആളുകൾ. അപ്പൊ ആ റിവേഴ്സ് മൈഗ്രേഷൻ ശക്തിപ്പെടുന്നു. ഇപ്പോഴത്തെ പുതിയ സാഹചര്യം കുറെ പേർ തിരിച്ചു വരാൻ നിർബന്ധിതമാകും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധി ഇതിന്റെ ഭാഗമായി വരാം. കമ്പനികൾക്കും അവിടെ തന്നെ ഇത്തരത്തിൽ ഹൈടെക് മാനുഫാക്ചറിംഗ് സംവിധാനങ്ങളെല്ലാം നടത്തുമ്പോൾ കമ്പനികളുടെയും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും, പ്രൊഡക്റ്റിന്റെ വാല്യൂ, അതിന്റെ കോസ്റ്റ് കുറെ കൂടി കൂടുമ്പോൾ മത്സരത്തിൽ പിടിച്ചുമെടുക്കാൻ പറ്റാതെ വരും. അത്തരം സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുന്ന ടെൻഡൻസി ശക്തിപ്പെടും. അവിടെ നിൽക്കാതെ കുറെ കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അവർ നോക്കും. അപ്പൊ നമ്മൾ അത് അയ്യോ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് നോക്കല്ല, ആ സാധ്യത നമ്മൾ ഈ ബസ് മിസ് ചെയ്യാതെ ആ സാധ്യത ഉപയോഗപ്പെടുത്താനാണ് വ്യവസായ വകുപ്പ് ഇപ്പോൾ ഈ ഹൈടെക് മാനുഫാക്ചറിംഗ് ഫ്രെയിംവർക്ക്, വ്യവസായ നയത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ഈ ഫ്രെയിംവർക്ക് ഇന്ന് റിലീസ് ചെയ്യുന്നത്. അതിന്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ലിങ്ക് തരും. എല്ലാവിധത്തിലും ഇത് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ കേരളത്തിന്റെ ഈ പൊട്ടൻഷ്യൽ അത് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള പിന്തുണ ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. രണ്ടാമത്തേത് വനിതാ സംരംഭക സംഗമം, കേരള വുമൺ ഓൺടർപ്രണേഴ്സ് കോൺക്ലേവ് 2025. അത് ഒക്ടോബർ 13 തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. ഇയർ ഓഫ് എന്റർപ്രൈസസിന്റെ ഒരു സവിശേഷത നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു 31% വുമൺ ഓൺടർപ്രണേഴ്സ് ആണ്. അത് നല്ല രീതിയിൽ സ്ത്രീകൾ സംരംഭകത്വത്തിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഏറെ പൊട്ടൻഷ്യൽ ഉണ്ട്. വന്ന സംരംഭകരെ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുക, അതോടൊപ്പം തന്നെ അവർക്ക് കുറെ കൂടി സ്കെയിലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതികവും സാമ്പത്തികവുമായിട്ടുള്ള പിന്തുണ നൽകുക, മാർക്കറ്റിംഗ് ഉറപ്പുവരുത്തുക, അവരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു സൗകര്യം ഒരുക്കുക. ഇതാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1000 സംരംഭകരാണ് നമ്മൾ ഈ വനിതാ സംരംഭക കോൺക്ലേവിൽ തൃശ്ശൂരിൽ ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടെ വിവിധ സെമിനാറുകൾ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കും. കൂടാതെ ഒരു എക്സിബിഷനും വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബാങ്കുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ഡിജിറ്റലൈസേഷനുള്ള അവരുടെ സ്ഥാപനങ്ങൾ, ഈ പ്ലാറ്റ്ഫോം, ഇ കോമേഴ്സ്, മറ്റു പ്ലാറ്റ്ഫോമുകൾ, AI ടൂൾസ്, AI ഏജന്റ്സ്, അതൊക്കെ പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു എക്സിബിഷൻ ഇതിന്റെ ഭാഗമായി